ബഹിരാകാശ രംഗത്ത് ചരിത്രമെഴുതി ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ NS-31 ദൗത്യം വിജയം. അമേരിക്കൻ ഗായിക കാറ്റി പെറി അടക്കം 6 വനിതാ സഞ്ചാരികളുമായി ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തി. മുഴുവൻ ആളുകളും വനിതകളാകുന്ന ആദ്യത്തെ ദൗത്യമാണ് NS-31. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മർവ കെ ഷഹീറാണ് നമുക്കൊപ്പം ചേരുന്നത്. മർവ, എപ്പോഴാണ് ഈ അഭിമാന ദൗത്യം പൂർത്തിയായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ബഹിരാകാശ ദൗത്യമാണ് ഇത്തരത്തിലൊരു ചരിത്ര മുഹൂർത്തം സാധ്യമാക്കിയിരിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ യാത്രാംഗങ്ങളുള്ള ഒരു ക്രൂവിൽ എല്ലാവരും സ്ത്രീകളാകുന്നു എന്നത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബെസോസിന്റെ പങ്കാളി ലോറൻസ് സാഞ്ചസ് നേതൃത്വം നൽകുന്ന ഒരു 6 അംഗ സംഘം, അതായത് വനിതാ സംഘമാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള ഒരു കർമ്മൻ രേഖയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തുക. അതായത് ഈ കർമ്മൻ രേഖയുടെ മുകളിലൂടെയാണ് ഈ സംഘം സഞ്ചരിച്ച് തിരികെ ഭൂമിയിലെത്തിയിരിക്കുന്നത്. സംഘാംഗങ്ങളെല്ലാം വനിതകളാകുന്ന ആദ്യത്തെ ദൗത്യമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ടെക്സാസിലെ ന്യൂ ഷെപ്പർഡ് ലോഞ്ച് പാഡിൽ നിന്നാണ് ഈ ദൗത്യം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിനോദസഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് പ്രോഗ്രാമിന്റെ NS-31 എന്ന പുതിയ ദൗത്യമായിരുന്നു ഇത്. ഈ വിഭാഗത്തിൽ 10 യാത്രകൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടെങ്കിലും 11ാമത്തെ യാത്രയിലാണ് ദൗത്യത്തിലെ സംഘത്തിലെ അംഗങ്ങൾ എല്ലാവരും സ്ത്രീകളാകുന്ന ഒരു യാത്രയാകുന്നത്. 4 മിനിറ്റ് വരെ, ഈ 10 മിനിറ്റുള്ള യാത്രയിൽ 4 മിനിറ്റ് വരെ ഭാരരഹിത അവസ്ഥ ഈ യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ് ഇതിന്റെ. ഭൂമിയിൽ നിന്ന് പരമാവധി 100 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സഞ്ചരിക്കുക. അതായത് 62 മൈലാണ്. അതിനാണ് ഈ 10 മിനിറ്റ് സമയമെടുക്കുന്നത്. ഈ യാത്രയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രശസ്ത പോപ്പ് ഗായിക കാറ്റി പെറി ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല മുൻ നാസ എഞ്ചിനീയറായ ഐഷ ബോവ്, പൗരാവകാശ പ്രവർത്തകയായ അമാൻഡ ന്യൂയൻ. ഈ അമാൻഡ എന്ന് പറയുന്നത് വിയറ്റ്നാമിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രിക കൂടിയാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നിരവധി വനിതകളാണ്. ഓൾ വുമൺ ക്രൂ ഉള്ള ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ NS-31 ദൗത്യം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മർവ കെ ഷഹീർ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.